ഈ കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നിലവിൽ നടക്കുന്നില്ല. കാരണം കടൽ വളരെ ദുഷ്കരമാണ്, കടൽ പ്രക്ഷുബ്ധാവസ്ഥയിലാണ്. അതുകൊണ്ട് ആ നിലയിലുള്ളൊരു ശ്രമം ഇപ്പോൾ നടക്കുന്നില്ല. കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവ എത്തിയതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ ഒരു നടപടി സ്വീകരിക്കൂ എന്ന നിലയിലേക്കാണ്. പക്ഷേ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത്. ഇവിടെ മത്സ്യബന്ധനത്തിന് നേരത്തെ തന്നെ ഈ കടൽ പ്രക്ഷുബ്ധാവസ്ഥയിലുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അതുകൊണ്ട് ജനങ്ങളാരും കൂട്ടം കൂടി ഈ പ്രദേശത്തേക്ക് പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾ ഒഴിഞ്ഞ നിലയിലാണ് എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ 12:30 കരുനാഗപ്പള്ളിക്ക് സമീപം ചെറിയഴീക്കലിലാണ് ആദ്യത്തെ കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ഒഴിഞ്ഞ നിലയിലായിരുന്നു എന്ന് ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറ്റ് കണ്ടെയ്നറുകൾ ഇപ്പോൾ ശക്തികുളങ്ങരയ്ക്ക് സമീപം മദാമത്തോപ്പിലും ചവറയ്ക്ക് സമീപം പരിമണത്തും, ഇത് ഒരു ബെൽറ്റ് തന്നെയാണ്, കൊല്ലത്തിന് സമീപത്തുള്ള തീരമേഖലകളാണ്. അവിടേക്കാണ് ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ കൂടുതലായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഈ കണ്ടെയ്നറുകളും ഒഴിഞ്ഞതാണെന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരണം വേണ്ടതുണ്ട്. ഏതായാലും ജനങ്ങൾ ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകരുത് എന്ന നിർദ്ദേശം നേരത്തെ തന്നെ അത് മുന്നറിയിപ്പ് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം നൽകിയിട്ടുണ്ട്. അവിടേക്ക് അധികൃതരുടെ മുന്നറിയിപ്പ് അനുസരിച്ചും നിർദ്ദേശം അനുസരിച്ചും മാത്രമേ അവിടേക്ക് ആളുകൾ പോകാവൂ എന്ന നിർദ്ദേശമാണ് നേരത്തെ തന്നെ നൽകിയിരുന്നത്.